ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാനൊരു പ്രൊഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. ഡേംഡോക്ക് ഫേസറോ ആണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഓൺലൈനോ കാര്യങ്ങളോ ഒന്നുമല്ല, നേരിട്ട് ഷോപ്പിൽ പോയി വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് 2026 ഫെബ്രുവരി മാസമാണ് ഞാനിത് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫെബ്രുവരി കഴിഞ്ഞു, ഒരു ബോട്ടിൽ ഉപയോഗിച്ച് തുടങ്ങി. ആ ഒരു ബോട്ടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ടാമത്തെ ബോട്ടിലും സ്റ്റാർട്ട് ചെയ്തു. കാരണം അവരോടുള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഈ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്ത്. കാരണം നമ്മൾ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ്, കസ്റ്റമർ റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ എന്നെപ്പോലുള്ള ഓരോ സാധാരണക്കാരും അത് പോയി വാങ്ങുന്നത് അല്ലേ. അപ്പം നമ്മൾ അവിടെ പോയി കഴിഞ്ഞാലും അവിടെയുള്ള സെയിൽസിൽ നിൽക്കുന്ന ചേച്ചിമാരൊക്കെ നമ്മളോട് പറയുന്ന ഇത് യൂസ് ചെയ്താൽ മതി. ഞാൻ രണ്ടാമത്തെ തവണ പോയപ്പോഴും ആ ചേച്ചിനോട് ക്ലിയർ ആയിട്ട് പറയുകയും ചെയ്തു, എൻ്റെ ഫേസിൽ ഇങ്ങനെ ഉണ്ട്, ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്ത് കഴിഞ്ഞു, ബട്ട് എന്നിട്ട് ഒരു ചേഞ്ചില്ല. അപ്പോൾ ആ ചേച്ചി എന്നോട് തിരിച്ച് പറയുന്ന ഒരു കാര്യം, ഇയാളുടെ ഡാമേജ്ഡ് ആണ്, ഇപ്പം ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ അവരവിടെ ചെയ്യുന്നത് സെയിൽസാണ്, നമ്മളെപ്പോലുള്ളവരാണ് അത് വിശ്വസിച്ച് പോകുന്നത്. ഞാൻ ചെറിയൊരു അബദ്ധത്തിൽ പോയി പെട്ടു എന്ന് തന്നെ പറയാം. കാരണം ഞാൻ ഇവിടെ എൻ്റെ ഓരോരോ ഫേസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ചേച്ചി പറഞ്ഞു ഇവിടെ ഓഫർ ഉണ്ട്. അപ്പം നമ്മളതിൽ വീണു. ഞാൻ രണ്ടാമതും സെയിം ഡെംഡോക്കിൻ്റെ ഒരു ഫേസറും തന്നെ വാങ്ങിച്ചു. അതിൻ്റെ കൂടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി ഈ ഡെംഡോക്കിൻ്റെ തന്നെ ഒരു മോയ്സ്ചറൈസറും തന്നു, പിന്നെ അതുപോലെ തന്നെ ഒരു സൺക്രീമും തന്നു. ഒരു ഓഫർ ഉണ്ട്, ഒന്ന് വാങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് ഫ്രീ ആണ്. എന്നിട്ട് അങ്ങനെ 3 പ്രൊഡക്റ്റ് എന്നെ കൊണ്ട് അവിടുന്ന് എടുപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ നമ്മൾ വാങ്ങണ്ട എന്നുള്ളത് ഞാൻ അതിലൂടെ പഠിച്ചു. കാരണം ഞാൻ അന്ന് വാങ്ങിച്ചു പോയി. കാരണം വാങ്ങിച്ചിട്ട് എൻ്റെ രണ്ടാമത്തെ ബോട്ടിൽ കഴിഞ്ഞിട്ടും എനിക്കിവിടെ യാതൊരു തരത്തിലുള്ള എൻ്റെ മുഖത്തിലൊരു വ്യത്യാസവും ഞാൻ കണ്ടില്ല എന്നുള്ളതാണ്. കാരണം ഇതുപോലെ നിങ്ങൾ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അനുഭവമാണോ ഉണ്ടായത്? നിങ്ങൾക്കുണ്ടായ ആ ഒരു മുഖത്തുള്ള ഒരു പാടുകൾ അല്ലെങ്കിൽ ആ ഒരു കുരുക്കൾ മാറിയിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്കും ഇതുപോലെയാണോ? അല്ലെങ്കിൽ ഈ പറയുന്ന എന്നെപ്പോലുള്ള ആളുകൾ പല റീൽസും കണ്ടിട്ട് പല ഐറ്റംസും വാങ്ങുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണോ എന്നുള്ളതൊന്ന് പറയാം. എനിക്ക് മാത്രമാണോ അത് ഇനി എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമാണോ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് മാറാതായത്? എൻ്റെ മുഖത്തിൻ്റെ പ്രശ്നമായിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ പ്രശ്നമായിട്ടാണോ എന്നറിയില്ല. ജസ്റ്റ് ഞാനിവിടെ എൻ്റെ ഫേസുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ മുന്നേയുള്ള ഫേസാണ്. അതായത് എൻ്റെ ഫേസ് ഭയങ്കര ക്ലിയർ ആയിരുന്നു. എൻ്റെ ഫേസിൽ അങ്ങനെ ഒരു പാടുകളും ഉണ്ടായിട്ടിരുന്നില്ല. പിന്നെ നെറ്റത്ത് പാടുകളുണ്ടായിരുന്നു. നെറ്റത്ത് എന്ന് പറയുന്നത് താരൻ കാരണം വരുന്ന കുഞ്ഞു കുഞ്ഞു കുരുവാണ്. പക്ഷെ ആ കുരു എന്ന് പറയുന്നത് തന്നെ നമ്മളിങ്ങനെ അങ്ങനെ അറിയുന്ന കുരുവല്ലായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു ജോലി ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയി. പുറത്തേക്ക് പോയപ്പോഴുള്ള ഫോട്ടോസാണ് പിന്നെ അവിടെ കാണിക്കുന്നത്. ആ മുഖത്ത് കുരു അവിടെ പോയതിന് ശേഷമാണ് മുഖത്ത് കവിളുടെ 2 സൈഡായിട്ടാണ് എൻ്റെ കുരുക്കൾ വന്നിട്ട്. അത് റെഡ് കളറ് ഇങ്ങനെ നമുക്കിങ്ങനെ തൊടുമ്പോൾ നന്നായിട്ട് ആണി പോലെ അറിയാൻ വേണ്ടി പറ്റും. പിന്നെ അത് ബ്ലാക്ക് കളറാണ്. അങ്ങനെ ഓരോരോ തരത്തിൽ പിന്നെ ഭയങ്കര അടയാളങ്ങളായി 2 കവിളിലുമായിട്ട് ഭയങ്കരമായിട്ടുള്ള അടയാളങ്ങൾ വരാൻ വേണ്ടി തുടങ്ങി. അപ്പം അവിടുന്ന് ഈ പ്രൊഡക്ട്സൊക്കെ കിട്ടാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളത് കാരണം ഞാൻ ഇങ്ങോട്ട് തിരിച്ച് വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് നേരിട്ട് ഷോപ്പിൽ പോയി പർപ്പിളിന് സ്റ്റാർട്ട് ചെയ്തു. പർപ്പിളിൽ പോയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷവും എനിക്ക് വന്നിട്ടുള്ളൊരു അനുഭവം എന്ന് പറയുന്നത് സെയിം ഈ ഒരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് എനിക്കിത് തേക്കുന്ന ടൈമിൽ കുഴപ്പമില്ല, മാറുമായിരിക്കും. കാരണം നമ്മൾ ആ റീൽസ് കണ്ടിട്ടാ ചിലപ്പോൾ ഒരു ബോട്ടിൽ യൂസ് ചെയ്തിട്ടായിരിക്കും മാറാത്തത് എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇത് പോകുന്നതിനനുസരിച്ച് ചില രാവിലെ ഉറങ്ങി എനിക്കുമ്പോൾ പോകുന്നുണ്ട്, അപ്പോൾ ഇനിയും തേക്കാം, കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോയിട്ടും എൻ്റെ ഈ കവിളിലുള്ളത് ഞാൻ എൻ്റെ ഒരു മനസ്സിനെ പറഞ്ഞു, നമുക്കതൊരു വിശ്വാസം വേണമല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു ഇത് കൊള്ളാലോ, ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. പക്ഷേ അമ്മ രാവിലെ ഉറങ്ങി നിൽക്കുമ്പോൾ പറയാറുണ്ട്, ഇത് ഓരോരോ ദിവസം കഴിയുമ്പോൾ കൂടിക്കൊണ്ടാണല്ലോ വരുന്നത് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം എൻ്റെത് കൂടാണ് ചെയ്യുന്നത്. ഇപ്പോഴും യാതൊരു മാറ്റമില്ല. കൂടുക കുറയാന്നല്ല, കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ തേക്കുന്നുണ്ട്. രാവിലെയും രാത്രിയും ഞാൻ നന്നായി മുഖം വൃത്തിയായി ഫേസ് വാഷ് ഇട്ട് കഴുകിയിട്ടൊക്കെയാണ് ഞാൻ തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പർപ്പിളിനെ കുറ്റം പറഞ്ഞല്ല കേട്ടോ, വേറെ ഒരുപാട് നല്ല പ്രൊഡക്ട്സ് ഉണ്ട്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം തന്നതുകൊണ്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തെന്നുള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.